നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ മണ്ണിടിഞ്ഞു വീണ് മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തെ കൊടിക്കുന്നിൽ സുരേഷ് എം പി സന്ദർശിച്ചു. ഏറെ നേരം കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ശേഷമാണ് എം പി മടങ്ങിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച സർവീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ലോറിക്ക് മുകളിലേക്ക് സംരക്ഷണ ഭിത്തി തകർന്നു വീണാണ് വെൺമള സ്വദേശി സിജു തോമസ് മരിച്ചത്. ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. കരുനാഗപ്പള്ളി കുലശേഖരപുരം 23-ാം വാർഡിലാണ് മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ റൗണ്ട് ടേബിൾ സമ്മേളനം. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലായിരുന്നു സമ്മേളനം. വിദ്യാഭ്യാസം, സുസ്ഥിരത, ലിംഗസമത്വം, സാമൂഹിക വികസനം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണം ശക്തമാക്കുക ലക്ഷ്യം. നൂറാം വാർഷികാഘോഷത്തിൽ 100% വിജയനിറവിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. SSLC പരീക്ഷയിൽ വൻ വിജയമാണ് സ്കൂൾ സ്വന്തമാക്കിയത്. പരീക്ഷ എഴുതിയ 381 കുട്ടികളും വിജയം കൈവരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ മണ്ണിടിഞ്ഞു വീണ് മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തെ കൊടിക്കുന്നിൽ സുരേഷ് എം പി സന്ദർശിച്ചു. ഏറെ നേരം കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ശേഷമാണ് എം പി മടങ്ങിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച സർവീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ലോറിക്ക് മുകളിലേക്ക് സംരക്ഷണ ഭിത്തി തകർന്നു വീണുണ്ടായ അപകടത്തിലാണ് വെൺമള സ്വദേശി സിജു തോമസ് മരിച്ചത്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ മണ്ണിടിഞ്ഞു വീണ് മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി സന്ദർശിച്ചത്. പുനലൂർ വെൺമള വള്ളിയകേത്ത് പുത്തൻ വീട്ടിൽ സിജു തോമസ് ആണ് മരിച്ചത്. സ്പ്രേ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സിജു തോമസ് സർവീസ് സ്റ്റേഷനിൽ വെച്ച് സ്കൂൾ ബസ് പെയിന്റിംഗ് ചെയ്തുകൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത്. ശക്തമായ ഇടിയും മഴയും ഉണ്ടായതിനെ തുടർന്ന് തൊട്ടടുത്ത് കിടന്നിരുന്ന ടോറസിന്റെ ക്യാബിനിൽ കയറിയിരിക്കുകയായിരുന്നു സിജു തോമസ്. ശക്തമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് സർവീസ് സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തുള്ള കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ടോറസിന്റെ ക്യാബിനിലേക്കും സർവീസ് സ്റ്റേഷന്റെ മുകളിലേക്കും പതിക്കുകയായിരുന്നു. ഈ സമയം ടോറസിന്റെ ക്യാമ്പിലായിരുന്നു സിജു തോമസ് ഉണ്ടായിരുന്നത്. 4 മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം. കരുനാഗപ്പള്ളി കുലശേഖരപുരം 23-ാം വാർഡിലാണ് മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കരുനാഗപ്പള്ളി കുലശേഖരപുരം 23-ാം വാർഡിലാണ് മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ടവർ വരുന്നതിനെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ആലപ്പാട് പഞ്ചായത്തിൽ ടവർ സ്ഥാപിക്കാനാണ് കമ്പനി ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് കുലശേഖരപുരം കെട്ടിടത്തിൽ കടവിലേക്ക് മാറ്റുകയായിരുന്നു. നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ആക്ഷൻ കൗൺസിൽ ചെയർമാനും വാർഡംഗവുമായ ആർ കരൺരാജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, എല്ലാം സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോ ഇങ്ങനെ ഒരു ടവർ വരുമ്പോ അതിന്റെ ശാസ്ത്രീയ വശങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഈ പ്രദേശവാസികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഈ ടവർ വരുന്ന പ്രദേശത്തെ വീട്ടിന്റെ ഉടമസ്ഥനും ഇതിന്റെ കമ്പനിക്കും മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. ഇതിന്റെ ശാസ്ത്രീയപരമായ കാര്യങ്ങളെല്ലാം വീണ്ടും മുന്നോട്ട് പോകേണ്ട ആവശ്യകതയുണ്ട്. ഈ സമരം എങ്ങനെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ 10-ൽ 3 പേരെടുത്ത് സംസാരിക്കുമ്പോഴും 2 പേര് നമുക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ഈ ഒരു പ്രദേശത്തിന്റെ മാത്രം സമരമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. നമ്മുടെ വാർഡ് ഇത് പരിപൂർണമായി ഏറ്റെടുക്കുന്നില്ല. നമ്മുടെ വാർഡിൽ തന്നെ നിലവിൽ ഒരു ടവർ 1 കിലോമീറ്ററിനകത്ത് തന്നെ വരുന്ന പ്രദേശത്ത് ഇതേ കമ്പനിയുടെ തന്നെ ഒരു ടവർ 6 മാസം മുമ്പ് സ്ഥാപിച്ചു. ഈ കമ്പനിയുടെ തന്നെ ഒരു ടവർ തൊട്ടടുത്ത വാർഡിൽ 22-ാം വാർഡിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ 3 ടവറുകളാണ് ഈ കമ്പനി ഈ കാലയളവിൽ പണിയാൻ പോകുന്നത്. ആക്ഷൻ കൗൺസിൽ കൺവീനർ അനീഷ് സ്വാഗതം പറഞ്ഞു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം KJ പ്രസേനൻ, CPIM ബ്രാഞ്ച് സെക്രട്ടറി KJ സത്യൻ എന്നിവർ പങ്കെടുത്തു. ഈ ടവർ വരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഈ 100 മീറ്റർ അകലിൽ കൂടുതൽ ദൂരം നമ്മൾ പോകണ്ട. 100 മീറ്റർ ദൂരത്തിലുള്ള ആ സ്ഥലത്തെ ആളുകളുടെ
ഉണ്ടാവും. അവരുടെ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി പേഷ്യന്റ് ഉണ്ട്, ഡയാലിസിസ് നടത്തുന്നവരുണ്ട്, ഹൃദ്രോഗികളുണ്ട്, മറ്റ് കുട്ടികളുണ്ട്. അവരുടെ ഭാവി അതൊക്കെ നമുക്ക് വളരെ ആശങ്കാജനകമാണ്. ഫലവും ഒക്കെ ബോധ്യമുള്ളവരാ. ഇവിടെ ഗേളി ഷൺമുഖൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് മുക്കാലുവട്ടത്ത് സജീവൻ എന്ന് പറയുന്ന ഒരാളിന്റെ വീട്ടിൽ ഈ ടവർ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയും ആ ശ്രമത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ ഫലമായി അത് അവിടെ അവസാനിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കടവിൽ രാജുവിന്റെ വീട്ടിൽ ഈ സ്ഥാപനം വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിച്ചു. അന്നും അതിന്റെ മുന്നിൽ നിൽക്കുകയും അത് ആ ടവർ സ്ഥാപിച്ചില്ല എന്ന് മാത്രമല്ല, 23-ാം വാർഡിന്റെ അന്നത്തെ 22-ാം വാർഡിന്റെ ഗ്രാമസഭാ രേഖകൾ പരിശോധിച്ചാൽ അധികാരികൾക്ക് ബോധ്യപ്പെടും 23-ാം വാർഡിൽ ഒരു ടെലിഫോൺ ടവർ സ്ഥാപിക്കാൻ പാടില്ല എന്ന്. ആ ഗ്രാമസഭയുടെ മിനിറ്റ്സ് പരിശോധിച്ചാൽ ബോധ്യപ്പെടും. ആ ഗ്രാമസഭ ഒന്നടങ്കം തീരുമാനിച്ചിട്ടുള്ളതാണ്. അന്നത്തെ 22-ാം വാർഡ് മാറിയപ്പോൾ 23-ാം വാർഡായി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ റൗണ്ട് ടേബിൾ സമ്മേളനം സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത്. യുനെസ്കോയുടെ പ്രവർത്തനങ്ങളുടെയും നയപരമായ തീരുമാനങ്ങളുടെയും അഭിവാജ്യ ഘടകവും ഏറ്റവും വലിയ കരുത്തുമാണ് യുനെസ്കോ ചെയറുകളെന്ന് യുനെസ്കോ ന്യൂഡൽഹി റീജിയണൽ ഓഫീസ് ഡയറക്ടർ ടിം കാർട്ടിസ് പറഞ്ഞു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ 2 ദിവസത്തെ റൗണ്ട് ടേബിൾ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുനെസ്കോ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഹൈബ്രിഡ് സമ്മേളനത്തിൽ ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും പങ്കെടുത്തു. വിദ്യാഭ്യാസം, സുസ്ഥിരത, ലിംഗസമത്വം, സാമൂഹ്യ വികസനം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണം ശക്തമാക്കുകയായിരുന്നു ലക്ഷ്യം. അമൃത സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന 3 യുനെസ്കോ ചെയറുകളാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത്. ബംഗ്ലാദേശിൽ നിന്നും സൂസൻ വൈസ്, നേപ്പാളിൽ നിന്നും ജാങ്കോ ടു ടോയിറ്റ് ഉൾപ്പെടെയുള്ള യുനെസ്കോയുടെ അന്താരാഷ്ട്ര പ്രതിനിധികൾ സമ്മേളനത്തിനെത്തിയിരുന്നു. അമൃതപുരിയിലെത്തിയ സംഘം സർവകലാശാല ചാൻസലർ മാതാ അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന സർവകലാശാലയാണ് അമൃത. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. പത്തനാപുരം വൻമേലി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ ക്ലാസ്, മെഡിക്കൽ ക്യാമ്പ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. പത്തനാപുരം മാങ്കോട് വൻമേനി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദാറുസലാം മദ്രസയിലാണ് ക്യാമ്പ് നടത്തിയത്. അതിർപ്പത്തിൻ കമലായ പൂവേ, അജബുകൾ സുഹറായ നാരി, ഹക്കിൻ അഹമ്മദ് കിണയവും കൂടി. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി. പീഡിയാട്രിക്, ഓർത്തോ, ആയുർവേദ ചികിത്സാ ക്യാമ്പുകളും സംഘടിപ്പിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. ചീഫ് ഇമാം നജീബ് മൗലവി ഹസനി, വൻമേനി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് PS യൂസഫ്, സെക്രട്ടറി PM കമറുദ്ദീൻ, കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ മാങ്കോട്, അബ്ദുൽ ഖാദർ മൗലവി സ്വദർ, സജ്ന, ഹലീന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കഴിഞ്ഞ മാസം 11-ാം തീയതി ആരംഭിച്ച ക്യാമ്പിന്റെ സമാപനമാണ് ഇവിടെ. സമാപന നാളുകളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെയുമായി ഈ 40 ദിവസത്തെ ക്യാമ്പിന്റെ സമാപനം ഇവിടെ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വിവിധ പരിപാടികൾ ഇന്നും നാളെയുമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത ഗായിക, അന്ധഗായികയായുള്ള ആയിഷ സമീഹ നാളെ വൈകുന്നേരം 7 മണിക്ക് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം. അതുപോലെ കുട്ടികളുടെ ഒപ്പന, ദഫ്മുട്ട് തുടങ്ങിയ എല്ലാ പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി എല്ലാവരും സഹകരിക്കണമെന്നാണ് ജമാഅത്തിന്റെ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് അറിയിക്കാനുള്ളത്. വളരെ നല്ലൊരു അനുഭവം. കാരണം കേരളത്തിൽ തന്നെ ഒരു ജമാഅത്തിന്റെ കീഴിൽ ഒരു മദ്രസയിൽ ഇത്രയും വലിയ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് പലപ്പോഴും അത് സംഘടിപ്പിക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു മദ്രസയിൽ ഇത്രയും
നേതൃത്വത്തിലുള്ള ഒരുപാട് ദിവസങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു സമ്മർ ക്യാമ്പ് നമ്മൾ ക്രമീകരിച്ചത്. അതിന് പ്രധാനമായ ഉദ്ദേശം കുട്ടികൾക്ക് ശാരീരികമായ മാനസികമായിട്ടുള്ള അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ അവധിക്കാലം മറ്റ് ആക്ടിവിറ്റീസിലോ മറ്റു കാര്യങ്ങളൊന്നും വീട്ടിൽ ഇരുന്നിട്ട് കുട്ടികൾക്ക് അടുത്ത വരുന്ന അധ്യയന വർഷത്തേക്ക് അവർക്ക് ശാരീരികമായും മാനസികമായിട്ട് ഉല്ലാസം തരത്തിൽ ഉന്മേഷം തരത്തിലുള്ള എല്ലാ പരിപാടികളും ഈ ക്യാമ്പിലുണ്ടായിരുന്നു. അവർക്ക് കളികളുണ്ടായിരുന്നു, പഠനമൊഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഈ ഡഫ്മുട്ട്, അറബന, ഒപ്പന ഇതുപോലെയുള്ള കാര്യങ്ങളിലുള്ള പരിശീലനങ്ങൾ, അങ്ങനെ ഈ മുമ്പ് പറഞ്ഞതുപോലെ ദൈനംദിനം നമ്മുടെ വീടുകളിലായാലും നമ്മുടെ അവരുടെ ജീവിതത്തിലായാലും അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ കാര്യങ്ങളൊക്കെ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. RSSന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വൈചാരിക സദസ്സ് സംഘടിപ്പിച്ചു. കൊല്ലം ഗ്രാമജില്ലയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. RSSന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വൈചാരിക സദസ്സ് സംഘടിപ്പിച്ചത്. കൊല്ലം ഗ്രാമജില്ലയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാലയിലാണ് പരിപാടി നടത്തിയത്. ചടയമംഗലം ജ്ഞാനാനന്ദാശ്രമം മഠാധിപതി സ്വാമി ദയാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. ദക്ഷിണ ക്ഷേത്രീയ സഹബൗദ്ധിക പ്രമുഖ KP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത്. വടക്കുംജില്ലയിലെ സത്സംഗജാലകൾ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളൊക്കെ പറയാറുണ്ട്, ഡോക്ടർ ജി കുരിശിയും, അതായത് സംഘത്തിന്റെ സ്ഥാപകനും രണ്ടാമത്തെ പരമപൂജ്യനെ സത്സംഗജാലകളും ഒക്കെ ആ കാലം മുതൽ പറയാറുള്ളതാണ്, സംഘത്തെ പുറത്തു നിന്നും നോക്കി മനസ്സിലാക്കാൻ കഴിയില്ല, അതിനെ വായിച്ച് മനസ്സിലാക്കാനും കഴിയില്ല. അത് ഒരു അനുഭവമാണ്. സംഘത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. സംഘം എന്താണ് എന്ന് സംഘത്തിന്റെ കാര്യപരിപാടികളും ശാഖകളും മറ്റ് കാര്യക്രമങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് അതിൽ അലിഞ്ഞു ചേർന്ന് ആ നിലയിൽ അനുഭവിച്ചുകൊണ്ട് മാത്രമേ, കാരണം സംഘം ഒരു അനുഭൂതിയാണ്. എന്നാൽ പലപ്പോഴും സംഘം വിമർശിക്കപ്പെടുകയോ വിലയിരുത്തപ്പെടുകയോ ചെയ്യുന്നത് തെറ്റായ രീതിയിലാണ്. ഇതോടനുബന്ധിച്ച് വൈചാരിക അടിത്തറയും വളർച്ചയുടെ പടവുകളും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസും നടന്നു. കരിമ്പോലിൽ TK ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. കൊല്ലം ഗ്രാമജില്ലാ സംഘചാലക് R മോഹനൻ, ദക്ഷിണ കേരള പ്രാന്ത സമ്പർക്ക പ്രമുഖ് CC ശെൽവൻ, S രാജേഷ്, M മോഹനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ഇടത്തറ മുഹമ്മദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാമത് SPC സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. മുഹമ്മദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാമത് SPC സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. പുനലൂർ ASP അപർണ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ച് പരേഡ് ഇൻസ്പെക്ഷൻ നടത്തി. വന്ന് ചോദിക്കാറുണ്ട് നമ്മളെ സ്കൂളിലും SPC തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള ഒരു പ്രോജക്റ്റാണ് SPC. അതുപോലെ തന്നെ ഓരോ സ്കൂളിലും വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു ചാൻസ് ആണ് SPC പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ കഴിയുക എന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും SPC പ്രോജക്റ്റിന്റെ ഭാഗമാണ്, SPC കേഡറ്റുകളാണ്. ഇന്ന് പാസിംഗ് ഔട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ SPCയുടെ ഭാഗമാവുക എന്നുള്ളത്. അപ്പോൾ SPCയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേയും അതിൻ്റെ ശേഷവും നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അത് നിങ്ങളെ ഫിസിക്കൽ സ്ട്രെങ്ത്തിലാണെങ്കിലും അതല്ല ഇമോഷണലി മെൻ്റലി നിങ്ങൾക്ക് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവും. ഇതിൽ വന്നതിൻ്റെ ശേഷം നിങ്ങൾ പരേഡും ഡ്രില്ലും മാത്രമല്ല, പകരം നിങ്ങൾ ഒരുപാട് പല തരത്തിൽ കഴിവ് തെളിയിച്ച ഒരുപാട് പേരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ നിയമത്തിനെ പറ്റിയും പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും ഒരുപാട് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്, പലതരത്തിലുള്ള ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇനി വരുന്ന, നിങ്ങളിപ്പോൾ ഇനി അടുത്തത് ഹയർ സെക്കൻഡറിയിലേക്ക് പോകും, അത് കഴിഞ്ഞ് കോളേജിലേക്ക് പോകും. ഈ എല്ലാ സമയത്തും നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ പാഠങ്ങൾ എന്നും വളരെ വിലപ്പെട്ടതായിരിക്കും. മികച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. ഡ്രിൽ ഇൻസ്ട്രക്ടർ അനൂപ്, ഷിജി എന്നിവരുടെയും CPO ഷമീർ, ലിജി ജോൺ എന്നീ അധ്യാപകരുടെയും നിരന്തര പരിശീലനം നേടിയ 44 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം വിഷ്ണു ഭഗത്
പത്തനാപുരം ബ്ലോക്ക് അംഗം ഷക്കീം, ഇടത്തറ വാർഡംഗം അബിൻ, പത്തനാപുരം SI അനൂപ്, സ്കൂൾ പ്രിൻസിപ്പൽ ആശ, സ്കൂൾ പ്രഥമാധ്യാപിക രചന KR എന്നിവർ കേഡറ്റുകളുടെ ഫ്രണ്ട് സല്യൂട്ട് സ്വീകരിച്ചു. നിലവിൽ പത്തനാപുരം പഞ്ചായത്തിലെ SPC പദ്ധതിയിലുള്ള ഏക വിദ്യാലയമാണ് മുഹമ്മദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഒരുമിച്ച് ജനനം, ഒരേ ക്ലാസ്സിൽ പഠനം. ഒടുവിൽ പരീക്ഷാഫലം വന്നപ്പോൾ വിജയത്തിന്റെ നെറുകയിലും മൂവരും ഒരുമിച്ച്. ചവറ കോയിവിള സ്വദേശികളായ സഹോദരങ്ങളാണ് SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയത്. ഒരുമിച്ച് പിറന്ന മൂവർ സംഘം പഠനത്തിലും പരീക്ഷയിലും വിജയത്തിലും മുന്നേറിയത് ഒരുമയോടെ. രണ്ടുപേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചപ്പോൾ മൂന്നാമനും മികച്ച വിജയം നേടി. കോയിവിള ചേരിയൽക്കടവ് വടക്കൻ്റെയത്ത് സുനിൽ ഗബ്രിയലിന്റെയും സുമയുടെയും മക്കളായ ആന്റണി സുനിൽ, ആൻഡ്രൂ സുനിൽ, ആൽഡി സുനിൽ എന്നിവരാണ് SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയത്. ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചുള്ളവരാണ്. ഞങ്ങൾ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. ആ സ്കൂളിനും ഉന്നത വിജയമായിരുന്നു. ഞങ്ങൾ മൂന്നുപേർക്കും നല്ല മാർക്കാണ് ലഭിച്ചത്. അതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇതിന് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ കഠിനമായിട്ട് പ്രയത്നിച്ച് ഞങ്ങൾ മൂന്നുപേരും രാത്രി ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ എനിക്കിതിൽ സംശയമുണ്ട്. ഞാൻ അവരോട് രണ്ടുപേരോട് ചോദിച്ചാണ് ഓരോന്നും ക്ലിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ രാവിലെ പള്ളിയിൽ പോയി അച്ഛൻ്റെ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ടെല്ലാം ചെയ്തു തരും. അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററിലെ സാറ് ഞങ്ങൾക്ക് വേണ്ട എന്തും എപ്പോഴും വീട്ടിൽ വിളിച്ച് മമ്മിയോടെല്ലാം തിരക്കുകയും എല്ലാം ചെയ്യും. മമ്മി കണക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എല്ലായിടത്തും. ട്യൂഷൻ സെൻറ്ററിലായാലും സമയത്തും മമ്മി രാവിലെ എപ്പോഴും ആ സമയത്ത് കൊണ്ടാക്കുകയും വിളിക്കാൻ വരികയും എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച് എല്ലാത്തിനും എല്ലാവർക്കും നന്ദിയുണ്ട്. തേവലക്കര കോയിവിള സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു പഠനം. ആന്റണി, ആൻഡ്രൂ എന്നിവർ എല്ലാ വിഷയത്തിനും A+ നേടിയപ്പോൾ ഇവർക്കൊപ്പം മികച്ച വിജയവുമായി ആൽഡിയും ഒപ്പം ചേർന്നു. 2010 മെയ് 27-നാണ് മൂവരും ഒറ്റപ്രസവത്തിൽ ജനിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. പിതാവിന്റെ വേർപാടിലും വിജയത്തിന്റെ ഇരട്ടി മധുരവുമായി ഇരട്ട സഹോദരങ്ങൾ. 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി അഭിമാനമായിരിക്കുകയാണ് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അമൻ താഹിയും അനൻ താഹിയും. ദിവസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട പ്രിയപ്പെട്ട പിതാവ് PK താഹയുടെ ഓർമ്മകൾക്ക് മുന്നിൽ തങ്ങളുടെ തിളക്കമാർന്ന വിജയം സമർപ്പിക്കുകയാണ് ഇരുവരും. 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് പരീക്ഷ എഴുതിയ പരീക്ഷകളിലെല്ലാം ഒരേ മാർക്ക് വാങ്ങി വിജയിച്ചു. 10ാം ക്ലാസ് പരീക്ഷ വിജയിച്ചപ്പോഴും ഈ അപൂർവത തുടരുന്നു. തങ്ങളുടെ വിജയത്തിന് എപ്പോഴും ഒപ്പം നടന്നിരുന്ന പ്രിയപ്പെട്ട പിതാവിനെ ദിവസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട വേദനകൾക്കിടയിലാണ് SSLC പരീക്ഷയിലെ ഉജ്ജ്വല വിജയവും ഇവരെ തേടിയെത്തിയത്. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക വയ്യാരത്ത് പള്ളിയുടെ വടക്കത്തിൽ അമൻ താഹയും അനൻ താഹയുമാണ് ഈ വിജയം സ്വന്തമാക്കിയത്. നിരവധി മത്സരങ്ങളിൽ ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം മത്സരത്തിലായാലും സ്കൂളിൽ നടക്കുന്ന സ്കൂളിന് പുറത്ത് നടക്കുന്ന ക്വിസ് മത്സരങ്ങളിലായാലും നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള രണ്ട് പ്രതിഭകളാണ് അനലും അമ്മയും. അതുപോലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാം ആവേശമായിരുന്നു, അഭിമാനമായിരുന്നു പ്രിയപ്പെട്ട താഹയുടെ മക്കളാണ്. താഹയുടെ സാന്നിധ്യത്തിൽ ഈ പ്രസ്ഥാനം താഹയുടെ കുടുംബത്തിനൊപ്പം ഉണ്ടാകും. ഈ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും പാർട്ടി ഒപ്പമുണ്ടാകും. ഞങ്ങളുടെ കൂടി അഭിമാനവും ആയ ഒരു ദിവസമാണ് താഹയുടെ മക്കളുടെ ഈ വിജയം. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ആണ് ഇവർ നേടിയത്. ഈ തിളക്കമാർന്ന വിജയത്തിൽ സന്തോഷിക്കാൻ പിതാവ് ഒപ്പമില്ലെന്ന സങ്കടവും ഇവർക്കുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് പിതാവ് PK താഹയെ ഇവർക്ക് നഷ്ടപ്പെട്ടത്. CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന PK താഹ കഴിഞ്ഞ 29-ന് രാത്രിയാണ് മരിച്ചത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് വന്ന താഹ സജീവമായി പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി നിലകൊള്ളുമ്പോഴും മക്കളുടെ വിദ്യാഭ്യാസ വിജയത്തിന് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി ഒപ്പം നിന്നെന്ന് മക്കൾ തന്നെ പറയുന്നു. ഏറെ സങ്കടങ്ങൾക്ക് നടുവിലാണെങ്കിലും ഈ തിളക്കമാർന്ന വിജയം ഇവർക്ക് പ്രിയപ്പെട്ടതാണ്. CPMന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനം ഒരുക്കിയിരുന്നു. ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, ലോക്കൽ സെക്രട്ടറി പ്രവീൺ മനക്കൽ, ബ്രാഞ്ച് സെക്രട്ടറി മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. തങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയുമെല്ലാം പ്രിയപ്പെട്ട പിതാവായിരുന്നുവെന്ന് അമനും അനനും പറയുന്നു.
തങ്ങളുടെ എല്ലാ വിജയത്തിനും ഒപ്പമുണ്ടായിരുന്ന പിതാവിനെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട വേദനകൾക്കിടയിൽ ലഭിച്ച ഈ വിജയം പിതാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണെന്ന് ഇരുവരും പറഞ്ഞു. റഹിനയാണ് മാതാവ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. 100ാം വാർഷിക ആഘോഷത്തിൽ 100% വിജയ നിറവിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ. SSLC പരീക്ഷയിൽ വൻ വിജയമാണ് സ്കൂൾ സ്വന്തമാക്കിയത്. പരീക്ഷ എഴുതിയ 381 കുട്ടികളും വിജയം കൈവരിച്ചു. 100ാം വാർഷികാഘോഷത്തിൽ 100% വിജയത്തിന്റെ നിറവിലാണ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ. അഭിമാന താരങ്ങളാണ് ഇവരെല്ലാവരും. SSLC പരീക്ഷയിൽ 100% വിജയം, അതിലുപരിയായിട്ട് A+ ലഭിച്ച പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത്. ഏറെ അഭിമാനം തന്നെയാണ്. കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിന്, ആൺകുട്ടികൾ മാത്രമുള്ള ഈ സ്കൂളിൽ ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ, നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർക്ക് ഈ മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത്. എല്ലാ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും രക്ഷാകർത്താക്കളുടെയും ഒക്കെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മുടെ ചുണക്കുട്ടികളായ നമ്മുടെ ആൺകുട്ടികൾ ഈ അഭിമാന നിമിഷത്തിൽ. SSLC പരീക്ഷയിൽ ഉന്നത വിജയമാണ് സ്കൂൾ സ്വന്തമാക്കിയത്. പരീക്ഷ എഴുതിയ 381 വിദ്യാർത്ഥികളും വിജയിച്ചു. വിജയാഘോഷത്തിന്റെ ഭാഗമായി അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി അനുമോദിച്ചു. പ്രധാനാധ്യാപിക സൂസൻ വർഗീസ്, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ബിനോജ് മാത്യു, മൗണ്ട് താബോർ ദേറ സുപ്പീരിയർ റവറൻ ഷാമുവൽ റംബാൻ, സെക്രട്ടറി റവറൻ ഫിലിപ്പ് മാത്യു, PTA പ്രസിഡന്റ് ഷിബു താന്നിവിള, മാനേജ്മെന്റ് ഗവേണിംഗ് ബോർഡ് അംഗം ഫാദർ സുബിൻ വർഗീസ്, ഫാദർ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. അഭിമാനിക്കുകയാണ്, അതിയായ സന്തോഷമാണ്. പ്രസിഡന്റ് ഉപരി ഞാനൊരു രക്ഷകർത്താവാണ്. എൻ്റെ മകൻ ഉൾപ്പെടെ ഈ 381 പേര് ഇതിനകത്ത് എൻ്റെ മകൻ ഉൾപ്പെടുന്നുണ്ട്. അതിൽ 100ാം വാർഷികത്തോട് 100 വിജയം നമ്മൾ പത്തനാപുരം സ്കൂളിൽ കിട്ടി. അഭിമാനമാണ്. അതോടൊപ്പം ഇതിനുവേണ്ടി പരിജ്ഞാനം ചെയ്ത നമ്മൾ അധ്യാപകർ, അതായത് പരീക്ഷയിൽ പഠിക്കാൻ അല്പം മോശമായ കുട്ടികളെ പ്രത്യേകിച്ച് ക്ലാസ് കൊടുത്ത് രക്ഷകർത്താക്കളുടെ അനുഭവത്തോടുകൂടി പ്രത്യേകം ക്ലാസ് കൊടുത്ത് അവരെ എത്തി പഠിപ്പിച്ചു. കാരണം പഠിക്കുന്ന കുട്ടികളെ മാത്രമല്ല, പകുതി പഠിക്കുന്ന കുട്ടികൾ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പഠിപ്പിച്ച് ഈ 381 കുട്ടികളെ ജയിപ്പിക്കാനുള്ള അവസരം കൊടുത്ത് രക്ഷകർത്താക്കൾ അവരെയാണ് ആദ്യം നന്ദി പറയേണ്ടത്. PTA എന്നുള്ള എല്ലാ കാര്യത്തിലും 100% വിജയം കരസ്ഥമാക്കുകയും അതേപോലെ തന്നെ 28 A+ കരസ്ഥമാക്കുകയും ചെയ്ത ഞങ്ങളെ പ്രാപ്തരാക്കിയ സർവേശ്വരന് നന്ദി പറയുന്നു. നമ്മുടെ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും PTA ഒക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെ ഞങ്ങളെ പഠന പ്രവർത്തനങ്ങൾ ചിട്ടയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൻ്റെ ഒരു വിജയമാണ് ഞങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശൂരനാട് ചക്കുവള്ളി യൂണിറ്റ് വാർഷിക സമ്മേളനമാണ് നടത്തിയത്. തെരഞ്ഞെടുപ്പും ഇതോടനുബന്ധിച്ച് നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശൂരനാട് ചക്കുവള്ളി യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ചക്കുവള്ളി NSS ഹാളിലാണ് 2ാമത് വാർഷികവും തെരഞ്ഞെടുപ്പും നടത്തിയത്. സംസ്ഥാന ട്രഷറർ S. ദേവരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പദ്ധതിയിലൂടെ ചെറിയ ഒരു സാമ്പത്തിക ബാധ്യതയിൽ ഒരു പദ്ധതിയിലൂടെ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഒരു തുകയാണ് ഇതെന്നുള്ളതിന് തർക്കമില്ലാത്തതിൻ്റെ കാര്യം തന്നെ നമ്മുടെ ഈ ഓരോ യോഗങ്ങളിലും സംബന്ധിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. അവിടെ നമ്മൾ ഏതാണ്ട് 23ഓളം യോഗങ്ങൾ സംഘടിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ആ യോഗങ്ങളിലൂടെയാണ് ഇതിൻ്റെ പണം കൈമാറ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ യോഗം സ്ഥലത്ത് ഒന്നുകിൽ മന്ത്രിമാരായിട്ട് ഒരാൾ കാണും, അല്ലെങ്കിൽ MLA കാണും, MP കാണും. ഈ ജനപ്രതിനിധികൾ ആരും പങ്കെടുക്കാതെ ഒരു യോഗം നമ്മൾ നടത്തി. അതിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾ, മന്ത്രിമാരടക്കമുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ പദ്ധതിയെക്കുറിച്ച് പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള പദ്ധതിയാണ്, ഇത് എങ്ങനെ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർ ആകാംക്ഷ തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കല്ലാതെ ഇത് കേരളത്തിലും നല്ല ഇന്ത്യയിലും നല്ല ലോകത്ത് തന്നെ വേറൊരു സംഘടനയ്ക്കും സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന് അവർ നമ്മളോട് രഹസ്യമായിട്ട് പറയുകയും സമ്മേളനങ്ങളിൽ അവർ സമ്മതിക്കുകയും അത് പ്രസ്താവിക്കുകയും ചെയ്യും. അത് കേൾക്കുന്ന ആളുകളായിട്ടുള്ള നമ്മുടെ ആളുകൾക്ക് പക്ഷേ അതിൽ വിശ്വാസമുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് നിസാം മൂലത്തറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോജോ കെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് നിസാം മൂലത്തറ, സെക്രട്ടറി രേണുകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ നെല്ലിപ്പള്ളിയിൽ മണ്ണിടിഞ്ഞു വീണ് മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തെ കൊടിക്കുന്നിൽ സുരേഷ് MP സന്ദർശിച്ചു. ഏറെ നേരം കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ശേഷമാണ് MP മടങ്ങിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച സർവീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ലോറിക്ക് മുകളിലേക്ക് സംരക്ഷണ ഭിത്തി തകർന്നു വീണാണ് വെൺമള സ്വദേശി സിജു തോമസ് മരിച്ചത്. ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം.
കരുനാഗപ്പള്ളി കുലശേഖരപുരം 23-ാം വാർഡിലാണ് മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ റൗണ്ട് ടേബിൾ സമ്മേളനം. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലായിരുന്നു സമ്മേളനം. വിദ്യാഭ്യാസം, സുസ്ഥിരത, ലിംഗസമത്വം, സാമൂഹിക വികസനം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണം ശക്തമാക്കുക ലക്ഷ്യം. നൂറാം വാർഷികാഘോഷത്തിൽ 100% വിജയനിറവിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. SSLC പരീക്ഷയിൽ വൻ വിജയമാണ് സ്കൂൾ സ്വന്തമാക്കിയത്. പരീക്ഷ എഴുതിയ 381 കുട്ടികളും വിജയം കൈവരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.